Hello guys, welcome back to my YouTube channel and this is me Amelia. അപ്പോൾ ഞാൻ ഇന്ന് ഒരു മൈ റൂം മേക്ക് ഓവർ ആയിട്ടാണ് വന്നത്. ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്ലീൻ ചെയ്യാൻ കാണിക്കാൻ പോവാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഞാനിപ്പോൾ എവിടെയാണ്. ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗസ് ചെയ്യാൻ പറഞ്ഞു. ഗസ് ചെയ്ത് ഇപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ എന്നിട്ട് ഇപ്പോൾ ഞാൻ പറയാൻ പോവാണ്. ഞാനിപ്പോൾ എൻ്റെ കുവൈറ്റിലത്തെ വീട്ടിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം കണ്ടുമുട്ടിയിട്ടുണ്ട്. വളരെ സന്തോഷം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എൻ്റെ റൂം. നമുക്ക് അപ്പുറത്തെ റൂമിൽ പോകാം. അപ്പുറത്താണ് എൻ്റെ റൂം. ഈ റൂമിന് മറ്റേ മേക്ക് ഓവർ നാളെയല്ല കുറച്ച് ദിവസം കഴിഞ്ഞ് വരുന്നതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മൾ ഈ റൂമിൽ ഇങ്ങനെ കയറിപ്പോവും. ഇവിടെ ഒരു ചെരുപ്പ് കാണാം, ഞാൻ വെച്ചതാണ്. പിന്നെ ഇവിടെ ഒരു കബോർഡ് കാണാം, അതും ബേബിയുടെ ഉടുപ്പാണ്. ഞങ്ങൾ ഫാമിലി ഫുള്ള് ഈ റൂമിൽ കിടക്കണം. പിന്നെ ഇവിടെ ഒരു കബോർഡുണ്ട്. ഈ കബോർഡിൽ അമ്മയുടെ ഡ്രസ്സ്. പിന്നെ ഇവിടെ ഒരു ടി വി ഉണ്ട്, വലിയൊരു ടി വി. ഇവിടെയാണ് ഞാനപ്പോൾ കാണുന്നത്. പിന്നെ ഈ ടേബിളിൽ എൻ്റെ സാധനങ്ങളൊക്കെയാണ്. നോക്ക്, ഇത്രയും സാധനങ്ങൾ എൻ്റെ മാത്രമല്ല, അപ്പയുടെ അമ്മയുടെ എല്ലാവരുടെ സാധനം ഈ ടേബിളിലുണ്ട്. പിന്നെ ഈ കബോർഡ്സിൽ ഞാൻ പറയാം, ഇത് അപ്പയുടെ, ഇതെൻ്റെ, താഴത്തെ അമ്മയുടെ 3 എണ്ണം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കൊട്ടയുണ്ട്, ഒരു തുണിയൊക്കെ വെക്കണേ, ആ ഒരു കൊട്ട 2 എണ്ണം ഉണ്ട് ഇവിടെ. പിന്നെ എൻ്റെ ഈ ബാഗ്സൊക്കെ ഇവിടെ കുറേ ഉണ്ട്, എൻ്റെ ID കാർഡ് അടക്കം. പിന്നെ ഇവിടെ ഒരു മിററുണ്ട്. ഹായ് ഗൈസ്, ഹായ് ഗൈസ്. അപ്പോൾ ഇവിടെ ഒരു മിററുണ്ട്. അതാണ്ട് ഇവിടെ ഈ സൈഡ് ലൊക്കേഷൻസ്. പിന്നെ ഇവിടെ എൻ്റെ സിസ്റ്ററിൻ്റെ 2 ബാഗ്സ്. അതാണ്ട് ഹലോ. ഓക്കെ, പിന്നെ ഇത് വേറെ ഒരു കബോർഡ്. ഞങ്ങൾക്ക് ഇവിടെ കബോർഡേ ഉള്ളു ശരിക്കും. ഇനിയും ഞങ്ങളൊരു കബോർഡ് മേടിക്കാൻ തീരുമാനിക്കും. ഇങ്ങനത്തെ അല്ല, ഇങ്ങനത്തെ ഓർഗനൈസർ. അതാകുമ്പോൾ എൻ്റെ സ്റ്റേഷനറി ഐറ്റംസ് അതൊക്കെ വെക്കാം. അപ്പുറത്തെ റൂമിലാണ് സ്റ്റേഷനറി ഐറ്റംസ്. അത് ഞാൻ നെക്സ്റ്റ് റൂം മേക്കവറിൽ കാണിക്കണമായിരിക്കും. അപ്പോൾ ഈ കബോർഡിൽ എൻ്റെ ബാഗ്സൊക്കെ തൂക്കിയിട്ടുണ്ട്. അമ്മയുടെ അവിടെ ഒരു ബാഗും, ഇത് അമ്മയുടെ ബാഗ്, എൻ്റെ 2 ബാഗും ഉണ്ട്. ഇത് എൻ്റെ അപ്പയുടെ കബോർഡാണ്. എൻ്റെ ഡ്രസ്സൊക്കെ അപ്പുറത്തെ റൂമിലാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, പിന്നെ നമ്മൾ ഓൾറെഡി ഇങ്ങനെ റൂമിൽ നിന്ന് ഇവിടെ നിന്ന് കയറി വരുമ്പോൾ ഇവിടെ ഒരു സോഫ കാണാൻ പറ്റും. എന്നിട്ട് ഈ സോഫയിൽ നിന്ന് ഇങ്ങനെ പോകുമ്പോൾ നമ്മുടെ വലിയ കട്ടിൽ എങ്ങനെയുണ്ട് ഗൈസ്? നമ്മുടെ കട്ടിലിനടി കുറേ സാധനങ്ങളുണ്ട്. കുറേയല്ല, 2-3 പെട്ടിയുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളല്ലോ. അല്ല ഗൈസ്, പിന്നെ എനിക്ക് ഈ റൂമിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ഈ ഫോട്ടോ ഫ്രെയിംസ് ആണ്. കണ്ടോ എൻ്റെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോ കാണുന്നില്ലെങ്കിൽ കാരണം ഞാൻ വേറെ ദിവസം ക്ലിയർ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ. കാരണം ഇവിടെ അത്ര ക്ലാരിറ്റി ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്ലാരിറ്റി ഇല്ല. രാത്രിയാണ്. അപ്പോൾ ഞാൻ നാളെയൊക്കെ രാവിലെ വീടിടാം. അപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നോക്കാം എൻ്റെ ഫോട്ടോസ്. പിന്നെ എൻ്റെ അമ്മയുടെ അപ്പയുടെയും കല്യാണമുണ്ട്. അമ്മയും അപ്പയും ഞാനും ഉണ്ട്. പിന്നെ ആൽഫ്രഡും ഞാനും ഉണ്ട്. ഇപ്പം ഞങ്ങൾ നേരത്തെ കണ്ടാണ് ആൽഫ്രഡ് ആരാണെന്ന് നാട്ടിൽ വെച്ച് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇവിടെ ഒരാൾ തുള്ളിക്കൊന്ന് എടുക്കടി. ഹായ് പറ, ഒന്നുകൂടി പറ, ഒന്നുകൂടി ഹായ് പറ. എന്തൊക്കെയാ പറയുന്നുണ്ട്. പിന്നെ അവിടെ ഒരു ഭംഗിക്ക് വേണ്ടി ഒരു സ്റ്റിക്കർ വെച്ചിട്ടുണ്ട്. കാരണം ഈ റൂമിൽ ഫുൾ ആളാണ് കിടക്കണേ. അവിടെ ഒരു സ്റ്റിക്കർ. പിന്നെ ഇവിടെ നമ്മുടെ ഫാമിലി ഫുൾ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഏഞ്ചലീനയുടെ കുഞ്ഞിട്ട് മുഖമാണോ ആഫ്റ്ററത്തെ മുഖമാണോ ഞാൻ കാണിക്കാതെ, ഞാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ പറയാം. ഇതാണ് അവളുടെ ബിഫോർ മുഖം. ഇനി മുഖം കാണിച്ചു വെച്ച് ഇതാണ് ആഫ്റ്റർ മുഖം. നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത നമ്മൾ ഒരു ജേർണൽസ് അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒരു കബോർഡും കൂടി ഉണ്ട്. ഇത് നമ്മുടെ സോഫയുടെ സൈഡിലുള്ളതാണ് കേട്ടോ. ഈ സോഫയുടെ സൈഡിലുള്ളതാണ്. ഇവിടെ എൻ്റെ ഇച്ചിരി സ്റ്റേഷനറി ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇവിടെ അപ്പയുടെ പാൻറ്റും ജീൻസും അതുകൊണ്ട്. പിന്നെ ഇവിടെ പ്ലഗർ, കട്ടന്. ഞാൻ കട്ടൻ തന്ന വ്യൂ കാണിക്കാം കേട്ടോ. രാത്രി ഒന്നും കാണാൻ പറ്റില്ല, നല്ല വ്യൂ ആണ്. നിങ്ങൾ ഗസ് ചെയ്യേ. ഗൈസ്, ഇതാണ് നമ്മുടെ വിൻഡോ.
ഓക്കെ, പിന്നെ ഇനി എന്താ കാണിക്കണ്ടേ? ഈ കബോർഡ്സിലെല്ലാം ഏഞ്ചലീന ഡ്രസ്സും, ഇതിൽ മാത്രം അമ്മയുടെ ഉണ്ട്. ബ്രഷ് അതൊക്കെ പുതിയത്, ഏഞ്ചലീന ഡ്രസ്സസാണ് ഇതെല്ലാം. പിന്നെ എന്താ, നമ്മൾ ടേബിൾ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ റൂമിൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ ചുമ്മാ ഒരു മേക്ക് ഓവർ ചെയ്തത്. പിന്നെ ഗൈസ്, ഞാൻ പറയാൻ വിട്ടുപോയി, ഞാനില്ലേ ഇവിടെ ഈ പാൻഡ വരച്ചിട്ടുണ്ട്, മിനി ബട്ടർഫ്ലൈ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇന്നലെ ഒട്ടിച്ചാണ്ട് പുതിയതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഈ റൂം മേക്ക് ഓവർ. അപ്പോൾ എന്തായാലും നിങ്ങൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നോക്കാം, പണ്ടത്തെ വീഡിയോ ഇപ്പോഴത്തെ വീഡിയോ നിങ്ങൾ നോക്കും. അപ്പോൾ ഏതാ ഇഷ്ടപ്പെടും കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോയിൽ. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഗൈസ്. പിന്നെ പറയാൻ വന്നു, ഇവിടെ ഒരു ഫാൻ ഉണ്ട്, പിന്നെ അവിടെ ഒരു AC ഉണ്ട്. എനിക്ക് ഈ AC ഭയങ്കര ഇഷ്ടമാട്ടോ, ഫാനിനെക്കാളും എന്താണെന്നറിയില്ല. എനിക്ക് ഫാൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പം അമ്മ ഫാൻ ഇടുമ്പോൾ ഞാൻ ഫാൻ ഓഫാക്കിയിട്ട് AC ഇടും ഗൈസ്. അങ്ങനെയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ എനിക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ബൈ.